വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഇന്നുണ്ട്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് 3 മണിക്ക് ഈ യോഗം നടക്കും. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ എതിർപ്പുണ്ടെങ്കിലും TMC MP ഡെറിക് ഒബ്രെയിൻ യോഗത്തിൽ പങ്കെടുത്തേക്കും. നാളെ മുതൽ ശനിയാഴ്ച വരെയാണ് ബിൽ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത്. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി കേന്ദ്രം വരുമ്പോൾ അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട് BJPക്ക് എന്നുള്ള വലിയ വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. പ്രതിപക്ഷ നീക്കങ്ങൾ അത് ഏത് തരത്തിലാണ്? ആര്യ ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് നാളെയാണ് ചർച്ചയ്ക്കായിട്ട് പാർലമെന്റിൽ വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം 3:30 യോഗം ചേർന്നിരിക്കുന്നത്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി പശ്ചിമബംഗാളിലെത്തി ഉന്നയിച്ചതെങ്കിലും എന്തായാലും തൃണമൂൽ കോൺഗ്രസിന് MP അടക്കം ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ സ്വീകരിക്കേണ്ട നിലപാട് അത് കൃത്യമായി തന്നെ എല്ലാവരുമായും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ കത്തും ഒക്കെ എഴുതിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത് യോഗമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ സംവരണമല്ല ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അത് മണ്ഡലം കൂട്ടുക, മണ്ഡലം പുനർനിർണയത്തിലൂടെ കൂടുതൽ മണ്ഡലങ്ങൾ അത് BJPക്ക് ജയിക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് മാറ്റുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം വ്യക്തമാക്കുന്നത്. ഇന്നലെ അതിന്റെ കരട് MP മാർക്കടക്കം നൽകിയിരുന്നു. 850 മണ്ഡലങ്ങളായിരിക്കും ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് നടപ്പിലാകുന്നതിലൂടെ ഉണ്ടാകുക. നിയമസഭാ സീറ്റുകളും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. വനിതാ സംവരണത്തിനെതിരല്ല, പക്ഷേ ഇതിനകത്ത് BJPയുടെ ദുഷ്ടലാക്കിനെതിരെ ശക്തമായ പ്രതിഷേധം അത് ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനം. ഇതിന് മുന്നോടിയായി രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം സ്വീകരിക്കേണ്ട നിലപാടുകൾ ഒക്കെ ആയിരിക്കും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകുക. വൈകിട്ട് 3:30 മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുക. ആര്യ ഷിഹാസ്. അതാണ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.